അങ്ങനെ അബുദാബിയിൽ നിന്ന് വഴിതെറ്റി കറങ്ങി കറങ്ങി ഞങ്ങൾ ദുബായ് മോളിലെത്തി. ഇതാണ് ദുബായ് മോളിൻ്റെ എൻട്രൻസ്. ഒരു 4-5 ദിവസം അവധി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ തിരക്കാണ് നിങ്ങൾ കാണുന്നത്. ഇവിടുന്ന് അകത്തോട്ട് കയറിയിട്ട് സ്റ്റെപ്പ് കയറാനായിരുന്നു ഞങ്ങളുടെ വിധി. ലിഫ്റ്റിൽ പോലും സ്ഥലം കിട്ടിയില്ല പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന്. ഫസ്റ്റ് ഞാൻ കണ്ടത് ഈ യമണ്ടം പാണ്ടയാണ്. എല്ലാവരും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഇങ്ങനെ മറച്ച് വെച്ചിരിക്കുക, എന്തോ VIP ഏരിയ എന്ന് തോന്നുന്നു. എല്ലാവരും ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടി നിൽക്കുക. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പോയില്ല. ഞങ്ങൾ കുറച്ച് നടന്ന് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഒരു ജാപ്പനീസ് സ്റ്റോർ കണ്ടു. അവിടെ കയറി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ നോക്കി. ഞാൻ ഈ മിൻറ്റിൻ്റെ മിഠായി വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അതിനകത്തൂടെ ഇങ്ങനെ പരതി നടന്നു. കുറേ ഷോപ്പ് ചെയ്യാനും ചെറിയ ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ജാപ്പനീസ് ഐറ്റംസ് ആണെന്നാണ് അവർ വാദിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാം ഇങ്ങനെ നോക്കി. ആദ്യം തന്നെ ദുബായ് മോളിൽ പോകുന്നവർ എനർജി കളയരുത്. എന്ന് വെച്ചാൽ നമുക്ക് നടക്കാൻ ഒരുപാടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ സൂപ്പർ മാർക്കറ്റിൽ കയറി നമ്മുടെ എനർജി കളയരുത്. വേണമെങ്കിൽ വല്ലതൊക്കെ കഴിക്കാൻ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഈ നടക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ കുറച്ചുകൊണ്ട് നമുക്ക് പോവാം. കൈവിട്ടെങ്ങാനും പോയാൽ തീർന്നു, അത്രയ്ക്ക് തിരക്കാണ്. എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ കയ്യിൽ ഫോണില്ലെങ്കിൽ തെണ്ടി. അപ്പോൾ ഞാനിങ്ങനെ നടന്നതിൻ്റെ ഇടയ്ക്ക് ചെസ്നട്ട് കണ്ടു. അതിങ്ങനെ ഞാൻ എടുത്ത് നോക്കി, ഒരു കൗതുകം. പിന്നെ ഇതിങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്, എന്തോ ഓഫർ എന്തോ ആണ്. ഈ ഡ്രിങ്കിൽ കോളയുടെ ഫ്ലേവറുള്ള ഡ്രിങ്ക് ഞാൻ വാങ്ങിച്ചു. ഫസ്റ്റ് ഞാൻ എടുത്ത് നോക്കിയതാണെങ്കിലും ഞാൻ കോളയുടെ ഫ്ലേവറുള്ള ഡ്രിങ്കാണ് വാങ്ങിച്ചത്. അതും പിന്നെ മിൻറ്റിൻ്റെ മിഠായിയുമാണ്. കുറച്ച് ഫീസിബിളായിട്ട് തോന്നി, അതുകൊണ്ട് അത് രണ്ടും വാങ്ങിച്ചു. നടന്നിട്ട് ഞാൻ എത്തിയത് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയയിലാണ്. ഇവിടെ ഇങ്ങനെ ഐ ലവ് ദുബായ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. മൊത്തവും എനിക്കൊന്ന് ടോയ്സ് ആണെന്ന് തോന്നുന്നു. മൊത്തം ടോയ്സ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരു വോള് ഫുള്ള്. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണമെങ്കിൽ. ഒരു മോളിനകത്ത് ഐസ് ഹോക്കിയും ഐസ് സ്കേറ്റിങ്ങും ഒക്കെ നടത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതാണ് ആ ഏരിയ. ഇവിടെ അവരിങ്ങനെ മിനുസപ്പെടുത്തിയിട്ടിരിക്കുകയാണ് ഐസ് ഹോക്കിയും ഐസ് സ്കേറ്റിങ്ങും ഒക്കെ നടത്താൻ. അതിനുശേഷം നമ്മൾ മോളിനകത്തെ വാട്ടർഫോളിനടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ തിരക്ക്? ഭയങ്കര തിരക്കായിരുന്നു. വെച്ചാൽ അവധിയുള്ള സമയമാണ്. ഇതാണ് അവസ്ഥ. കണ്ടോ, നമുക്ക് ഇവിടുന്നേ കാണാൻ പറ്റും വാട്ടർഫോള്. പല സ്ഥലത്തു നിന്നുള്ള ആളുകളുണ്ട് കേട്ടോ, പലതരം, പല രാജ്യക്കാർ. അങ്ങനെ നടന്ന് നമ്മൾ വാട്ടർഫോളിനടുത്തെത്തി. ആ ചേട്ടൻ കൈ പൊക്കി കാണിച്ചിട്ട് പോയി. എന്നെയാണോ വേറെ ആരെല്ലാണോ അറിയില്ല. അങ്ങനെ നേരെ അതിന് ഫ്രണ്ടിൽ എത്തിയപ്പോൾ നമുക്കൊരു സർപ്രൈസ് ഉണ്ടായി. അതായത് അവിടെ കുറേ പേര് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ ഡാൻസിനായിട്ട് വന്നു. അപ്പോൾ അത് കാണാൻ പറ്റി. ഡാൻസ് തുടങ്ങിയിട്ടാ, കണ്ടോ? ഇതാണ് അവരുടെ മ്യൂസിക്കൊക്കെ വെച്ചിട്ട്. ലൂയി വിറ്റോൺ. പക്ഷെ കാര്യമൊന്നുമില്ല, ലൂയി വിറ്റോൺ എന്നാണോ പറയുന്നത് എനിക്കറിയില്ല. പിന്നെ ഇതും കഴിഞ്ഞ് നമ്മൾ നേരെ നടന്ന് നീങ്ങി എത്തിയത് ഈ അണ്ടർ വാട്ടർ അക്വേറിയത്തിനടുത്താണ്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഗ്ലാസ്സിനകത്ത് മീനുകളെ കാണുന്നത്. ഞാൻ എപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഈ ഫെസ്റ്റ് നടത്തില്ലേ, അപ്പോൾ അത് പോയി കാണണമെന്ന് വിചാരിക്കും. ഈ അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് എങ്ങനെ ആയിരിക്കും, അണ്ടർ വാട്ടർ അക്വേറിയം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി കണ്ണും മേടിച്ച് നിൽക്കുകയാണ്. ഇത് ഞാൻ ആനിമൽ പ്ലാനറ്റിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് മത്സ്യസമ്പത്തൊക്കെ കാണാൻ പറ്റുന്നത്. ഇത് തെരണ്ടി പോകുന്നുണ്ടോ? കണ്ട ഒരു കടയുടെ പേര് കൊണ്ടോട്ടിന്ന്. പിന്നെ ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം കേട്ടോ, വേറൊരു കടയുടെ പേര്. നല്ല രസമാണ്. എന്താണ്? മുമൂസോ. പിന്നെ ഈ തിരക്കിനിടയിൽ കൂടെ നമ്മൾ നടന്ന് ഇറങ്ങി പോകുന്നത് ഒരു വാട്ടർ ഡാൻസോ അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ ബുർജ് ഖലീഫ കാണാനുമാണ്. ഈ തിരക്ക് തന്നെ നമ്മളെ തള്ളി അങ്ങോട്ട് കൊണ്ടുപോയിക്കോളും. പിന്നെ കുട്ടികളൊക്കെ ഉള്ളവരുടെ ശ്രദ്ധയ്ക്ക് കയ്യിൽ തന്നെ പിടിച്ചേക്കുക, എവിടെയെങ്കിലും മിസ്സായി പോയാൽ കഴിഞ്ഞു. പിന്നെ ഈ വാട്ടർ ഡാൻസ് ആയിരുന്നു.
നല്ല രസമാട്ടോ ഇത്, ആ ഒരു ഫുൾ ഫീലിൽ കണ്ടു നിൽക്കാനായിട്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് നമ്മൾ വളരെ പുറകിലാണ് നിൽക്കുന്നത്. എന്നാലും നല്ല എഫക്റ്റായിരുന്നു. പിന്നെ ഇത് ബുർജ് ഖലീഫയിൽ MR ഗ്രൂപ്പിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കണ്ടു നിൽക്കുമ്പോഴാണ് അവസാനം ബുർജ് ഖലീഫയിലൊരു ലൈറ്റ് ഷോ മൊത്തത്തിൽ. ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി.